സാർ, അരുന്ധതി റോയുടെ ആത്മകഥ എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലൊരു പുസ്തകം പുറത്തിറങ്ങിയതിൻ്റെ വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. ആ പുസ്തകത്തിൽ എന്താണുള്ളത്? ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ വായനക്കാർക്ക് പ്രധാനം. പുസ്തകത്തിൻ്റെ പേര് മദർ മേരി കംസ് ടു മീ എന്നാണ്. അരുന്ധതി റോയുടെ അമ്മ മേരി റോയ് കോട്ടയത്ത് പള്ളിക്കൂടം സ്കൂൾ നടത്തിയിരുന്ന ആളാണ്. വളരെ പ്രസിദ്ധമായ സ്കൂളാണ്. ചെറുതായിട്ട് തുടങ്ങിയ ഒരു സ്കൂളാണ്. ഞാൻ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. അത് ആ സ്കൂളിൽ എന്തോ ഒരു പരിപാടി നടക്കുമ്പോൾ അത് കവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവർ മനോരമ മാനേജ്മെൻറ്റിനെ വിളിച്ച് പറഞ്ഞിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്കൂൾ നടത്തുന്നവർക്കൊക്കെ വലിയ സ്വാധീനം ഉണ്ടാവുമല്ലോ സ്ഥാപനങ്ങളിലൊക്കെ. അഡ്മിഷൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ അഡ്മിഷൻ തരില്ല എന്നൊക്കെ പിന്നെ പറയുമല്ലോ. അങ്ങനെ എന്തോ ഒരു ചെറിയ പരിപാടി അവർ ചെയ്യുന്നത്. എന്താ പരിപാടി എന്ന് തന്നെ ഞാൻ ഓർക്കുന്നില്ല. കാരണം സ്കൂളിൻ്റെ താല്പര്യമുള്ള എന്തോ ഒരു പരിപാടിയാണ്. സമൂഹത്തിന് ഗുണമുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ലോക്കൽ പേജിലൊക്കെ വരാവുന്ന വിധത്തിലുള്ള എന്തോ ചെറിയ പരിപാടിയാണ്. അപ്പോൾ അന്ന് കുറേ നേരം സംസാരിച്ചിട്ടുണ്ട് സ്കൂളിൻ്റെ കാര്യങ്ങളുമൊക്കെ. പക്ഷേ ഈ പുസ്തകം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മ മക്കളോട്, അരുന്ധതി റോയോടും ലളിത് ക്രിസ്റ്റഫർ, അരുന്ധതിയുടെ സഹോദരൻ, മേരി റോയുടെ 2 മക്കൾ, ഇവരോട് രണ്ടുപേരോടും വളരെ മോശമായിട്ട് പെരുമാറിയതിൻ്റെ ഒരുപാട് വിവരണങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഈ മകനോട് നിന്നെപ്പോലൊരു വിരൂപനം ഞാൻ കണ്ടിട്ടില്ല, നിന്നെപ്പോലെയാണ് ഞാൻ ഇരുന്നതെങ്കിൽ നേരത്തെ ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്ന് മകനോടെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പറയുമായിരുന്നു. അരുന്ധതി റോയിയെ വേശ്യ വ്യഭിചാരിണി എന്നൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ വിളിക്കുമായിരുന്നു എന്നൊക്കെ ഈ പുസ്തകത്തിൻ്റെ അകത്ത് കാണാം. അപ്പോൾ ഇവർ സങ്കടം തമാശയോടെ പറയുന്നതാണെന്ന് മറ്റേ ആദ്യത്തെ നോവലില്ലേ, മറ്റേ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, അത് എനിക്ക് സത്യത്തിൽ പലരും വായിച്ചു ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് വായിച്ച് മുഴുമിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. വായിച്ച് കുറേ ആയി കഴിഞ്ഞ് ഞാൻ കുറച്ച് വൈകിയാണ് വായിക്കാൻ തുടങ്ങിയത്. പിന്നെ അവർ ഈ രാഷ്ട്രീയമൊന്നും അറിയില്ലെങ്കിലും രാഷ്ട്രീയം എന്നുള്ള മട്ടിൽ ഈ കശ്മീർ തീവ്രവാദത്തിനെ അനുകൂലിക്കുക, ദേശവിരുദ്ധമായിട്ട് ലേഖനങ്ങൾ എഴുതി, ഈ ഔട്ട്ലുക്ക് തുടങ്ങിയ വാരികകളിലൊക്കെ നിരന്തരം ഇങ്ങനെ എഴുതിക്കൊണ്ട് ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള മട്ടിൽ പേരുണ്ടാക്കാനായിട്ട്, പിന്നെ ക്രിയേറ്റിവിറ്റി നശിച്ചു പോയിരുന്നു. പിന്നെ ഒരു നോവലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കൊള്ളാവുന്ന പുസ്തകങ്ങളും ഉണ്ടായില്ല. പിന്നെ പുസ്തകങ്ങൾ പല ലേഖനങ്ങൾ തുന്നിക്കൂട്ടിയതൊക്കെ ആയിട്ടൊക്കെ കിടപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ മദർ മേരി കംസ് ടു മീ എന്നുള്ളതിൻ്റെ അകത്ത് ഡിസ്റ്റർബിങ് ആൻഡ് ഫണ്ണി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മറ്റേതിൽ സങ്കടം തമാശയോടെ എന്നുള്ള അർത്ഥം വരുന്നത് അതിൻ്റെ ബ്ലർബില്ലേ പുസ്തകത്തിൻ്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ പുറകിലും ഡിസ്റ്റർബിങ് ആൻഡ് ഫണ്ണി എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷമിപ്പിക്കുന്നതും അതേസമയം തമാശയുള്ളതും എന്നുള്ള മട്ടിൽ. അത് 2 പുസ്തകവും അങ്ങനെയാണ് എന്നുള്ള മട്ടിൽ. ഈ പണ്ട് ഈ ആദ്യത്തെ പുസ്തകം ഇറങ്ങിയപ്പോൾ MP നാരായണപിള്ള പറഞ്ഞിരുന്നു, ഈ പുസ്തകം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് മലയാളത്തിലായിരുന്നെങ്കിൽ കോട്ടയത്തെ ഏതെങ്കിലും ഒരു മാവാരികയിൽ ഐമന മരുന്ധതി എന്നുള്ള പേരിൽ പ്രസിദ്ധീകരിക്കാമായിരുന്നു, പൈങ്കിളിയാണ് എന്ന് MP നാരായണപിള്ള അന്ന് പറഞ്ഞത് നമുക്ക് ഓർക്കാം. അപ്പോൾ ഈ മദർ മേരി കംസ് ടു മീ എന്നുള്ളതിൻ്റെ ഉള്ളിൽ മേരി റോയുടെ ഇങ്ങനത്തെ ഒരു വശം ആണ് കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇങ്ങനെ ശോഭിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ക്രൂരം ആയിട്ട് പെരുമാറുക, അങ്ങനെ ഉണ്ടായ ഒരു ഒറ്റപ്പെടൽ, അരുന്ധതിക്ക് മുറിവുകൾ, പിന്നെ ശകാരങ്ങൾ, അങ്ങനെ ഉള്ള കാര്യങ്ങൾ, സഹോദരനോടും ഉള്ള പെരുമാറ്റം, ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരുപാട് കഥകൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഈ പുരുഷന്മാരോടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ രാജീവ് റോയ് എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദുവിനെ, ബംഗാളി ഹിന്ദു, ഇവിടെ ഈ പ്രണോയ് റോയുടെയൊക്കെ ബന്ധത്തിലൊക്കെ പെട്ട ആൾ ആണ് കല്യാണം കഴിച്ചിരുന്നത്. നോർത്ത് ഈസ്റ്റിൽ വടക്ക് കിഴക്ക് മറ്റേ ചായ എസ്റ്റേറ്റില്ലേ, ടീ എസ്റ്റേറ്റ്, അവിടെ മാനേജറായിരുന്ന ഒരാളാണ്. ആ ബന്ധം നന്നായിട്ട് മുമ്പോട്ട് പോയില്ല. പിന്നെ എങ്ങനെയോ
പുരുഷന്മാരോടുള്ള വെറുപ്പൊക്കെ വളർന്നിട്ടുണ്ട് ഈ മേരി റോയിൽ. അങ്ങനെ പുരുഷന്മാരോടുള്ള വെറുപ്പ് മകനോട് യു ആർ അഗ്ലി ആൻഡ് സ്റ്റൂപ്പിഡ്, നീ വിരുബനും മണ്ടനുമാണ് എന്നൊക്കെ കുട്ടിയോട് തന്നെ പറയുക. ഇഫ് ഐ വേർ യു ഐ വുഡ് ഹാവ് കിൽഡ് മൈസെൽഫ്, നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ കൊല്ലുക അല്ലേ, ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്ന് പറയുക. വേശ്യ വ്യഭിചാരിണി എന്ന് അരുന്ധതി കുട്ടിയായിരിക്കുമ്പോൾ വിളിക്കുക. പിന്നെ പരിചാരകന്മാരും ഒക്കെ വേലക്കാരും ഒക്കെ കുറേ ഉണ്ടല്ലോ, ധനിക കുടുംബമാണ്. അപ്പോൾ ആ പരിചാരകർക്ക് നേരെയൊക്കെ തട്ടിക്കയറുക. ഇങ്ങനെ ഒരിക്കൽ ആശുപത്രിയിൽ മേരി റോയി കിടക്കുമ്പോൾ പരിചരിക്കുന്നവരെ പറ്റിയിട്ടേ, വീട്ടിലിരുന്ന് പരിചരിക്കുന്നവരെ പറ്റിയുള്ള ആളുകളുടെയൊക്കെ ജാതിയൊക്കെ പറഞ്ഞിട്ടേ അവരെയൊക്കെ അവഹേളിക്കുക, അതൊക്കെ ഉണ്ട്. ഒരാളെ പറ്റി പറയുക, അയാൾ ശരിക്കും സുറിയാനി ക്രിസ്ത്യാനി ഒന്നുമില്ല, മുക്കുവനാണ് ഒറിജിനൽ പറയുന്നത്. മറ്റവള് ചോദ്യ പിന്നെ അവർ പറയന്മാരാ, ഇങ്ങനെയൊക്കെ പറയാമായിരുന്നു എന്ന്. അപ്പം ഇങ്ങനെയൊക്കെയാണ് മേരി റോയ് എന്നുള്ളതാണല്ലോ മകള് പറയുന്നത്. അതെ, അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മൾ വിശ്വസിക്കണമല്ലോ. അതെ. പക്ഷെ മേരി റോയ് ആരാണെന്നാ കേരള സമൂഹം ധരിച്ചു വച്ചിരിക്കുന്ന, അല്ലെ ഇന്ത്യൻ സമൂഹം വലിയ പോരാളിയും പുരോഗമനവാദിയും ആണെന്നാണ്. അതെ, ആണല്ലോ, അങ്ങനെയല്ലേ ധരിച്ചിരിക്കുന്നത്. കാരണം അവർ ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് പിതൃസ്വത്തിലുള്ള അവകാശത്തിന് വേണ്ടി പോരാടി. ആ ഒരു മുഖം, ആ ഒരു ഫൈറ്റ് വഴി ആണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ അവർ വലിയ ഫൈറ്ററും പോരാളിയും ഇല്ലേ എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കി. പിന്നെ പള്ളിക്കൂടം, സ്കൂള് തുടങ്ങി. പക്ഷെ ധനിക ആണ്. അപ്പോൾ ബാക്കിയുള്ളവരോടൊക്കെ ഉള്ളൊരു പരപുച്ഛം ഇല്ലേ, അവരുടെ ജാതി പറയല്. ഇനി അപ്പോൾ ഈ പ്രശ്നം നമ്മളീ പറയുന്നത് ബാഹ്യമായിട്ട് മറ്റുള്ളവരുടെ കണ്ണിൽ പുരോഗമനവാദി ആയിരിക്കുക, പക്ഷെ സഹജീവികളോട് മുഴുവൻ പരപുച്ഛം ഉണ്ടായിരിക്കുക. ഇതാണല്ലോ മേരി റോയ് വരുന്നത്. ഇത് തന്നെയാണ് ഈ അയ്മനം അരുന്ധതിയും. ഈ പുസ്തകത്തിലും അതെ, മറ്റു പുസ്തകങ്ങളിലും ഒക്കെ അതെ. മറ്റുള്ളവരോടുള്ള പരപുച്ഛം, സ്വന്തം രാജ്യത്തോടുള്ള പരപുച്ഛം, ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ രണ്ട് സ്ത്രീകൾ. അപ്പോൾ അരുന്ധതി എഴുതുമ്പോഴും ഈ പ്രശ്നമുണ്ട്. ഡൽഹിയിൽ ഇവർ 16-ാം വയസ്സിൽ കെട്ടൊക്കെ മുറുക്കി ഡൽഹിക്ക് പോയല്ലോ, ഈ അമ്മയുടെ പെരുമാറ്റം മോശമായതുകൊണ്ട്. എന്നിട്ട് ആർക്കിടെക്ചർ പഠിക്കാൻ പോയി. സാധാരണ നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന പോലെയല്ല, കാശൊക്കെ ഉണ്ടല്ലോ, അപ്പം അങ്ങനെയാണ് പോകുന്നത്. അവിടെ ഒരു അമ്മായി അവിടെ ഉണ്ട്. വെറുതെ പോവുമല്ല ഡൽഹിക്ക്, ആരും ഇല്ലാത്തടത്തേക്ക് പോവുമല്ല, അവിടെ ഒരു അടുത്ത ബന്ധുവുണ്ട്. അപ്പോൾ ഡൽഹിയിൽ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ വയസ്സനായൊരു ബന്ധു ഇവരെ വന്ന് കണ്ട് അശ്ലീലമായിട്ട് പെരുമാറുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അയാളെ വിവരിക്കുമ്പോഴും പുച്ഛത്തോടു കൂടിയാണ് വിവരിക്കുന്നത്. അന്നാണ് പുച്ഛത്തെപ്പറ്റി പുച്ഛം എന്ന വികാരത്തിനെ പറ്റി ഞാൻ ബോധവതിയായത്. പുച്ഛം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ വാക്ക് കണ്ടംപ്റ്റ്. ബോധവതിയായത് ഇന്ന് ഇതിൻ്റെ അകത്ത് തുറന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരോടൊക്കെ കണ്ടംപ്റ്റ്, പുച്ഛം ആണ് ഇവർക്ക്. എഴുത്തിലുടനീളം അത് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ഇവരുടെ ഒരു നർമ്മം എന്ന് പറയുന്നത് ഈ മറ്റുള്ളവരോടുള്ള പുച്ഛത്തിൽ നിന്നുണ്ടാവുന്ന നർമ്മമാണ്. നമ്മൾ ഈ ആളുകളുടെ ജാതിയൊക്കെ പറഞ്ഞിട്ട് തമാശ പറയില്ലേ ചില ആളുകൾ, അതിലുമൊക്കെ തമാശ കാണുന്ന ആളുകളുണ്ടല്ലോ. വേറൊരാളെ അപമാനിക്കുമ്പോൾ, അവഹേളിക്കുമ്പോൾ അതിൽ സന്തോഷം, അതിലൊരു നർമ്മം, കേട്ടിരിക്കുന്നവർക്കൊരു സുഖം. സ്വന്തം ജാതിയാണെങ്കിൽ പരമസുഖം അല്ലേ. സുറിയാനി കത്തോലിക്കരാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേറെ ജാതിയെ പറ്റി പറയുമ്പോൾ, അപമാനിക്കുമ്പോൾ ഒരു സുഖം. ഇതൊക്കെയല്ലേ ഈ വർഗീയത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എഴുത്തിലുടനീളം കാണുന്നത്. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ളൊരു വിചാരം ഇവർക്കുണ്ട്. അതുണ്ടല്ലോ. അപ്പോൾ ഈ പുച്ഛം, ഈ ബോഡി ഷെയ്മിങ്ങിൽ മറ്റുള്ളവരുടെ, അതുമൊക്കെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ അവരുടെ സംസാരത്തിൽ, പ്രകൃതത്തിലും ഒക്കെ നമുക്കിപ്പോഴും കാണാം ഈ അയ്മനം അരുന്ധതിയുടെ. അപ്പോൾ പിന്നെ ഓരോരുത്തരുടെ സംസാരം, അവരുടെ പ്രകൃതം, അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളൊരു പുച്ഛം അല്ലേ, ഇതൊക്കെ ഉണ്ട്. ഇവരുടെ ഈ കൂടെ താമസിക്കുന്ന പ്രദീപ് കൃഷ്ണൻ ഉണ്ടല്ലോ, ചെറിയ തോതിൽ എന്തോ സിനിമയൊക്കെ എടുക്കാൻ നോക്കി പരാജയപ്പെട്ടു പോയ ഒരാളാണ്. അയാൾക്ക് വേണ്ടി
ചെറുപ്പത്തിൽ ഇവരെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രദീപ് കിഷൻ്റെ അമ്മയെ പറ്റി ഈ പുസ്തകത്തിൽ പറയുകയാണേ, എന്താണ് സ്വന്തം പങ്കാളിയുടെ അമ്മയെ പറ്റി. പ്രദീപ്സ് മദർ സ്പോക്ക് നോ ഹിന്ദി ആൻഡ് ഹെർ ഇംഗ്ലീഷ് ആക്സെൻറ്റ് വാസ് സോ ബ്രിട്ടീഷ് ദാറ്റ് ഇറ്റ് മെയ്ഡ് മീ ലാഫ്. അവർ ഇംഗ്ലീഷ് ആക്സെൻ്റ് പങ്കാളി പ്രദീപിൻ്റെ അമ്മയ്ക്ക് ഹിന്ദി അറിയില്ലായിരുന്നു. അവർ ബ്രിട്ടീഷ് ആക്സെൻറ്റിലാണ് ഇംഗ്ലീഷ് സംസാരിച്ചത്. അത് കേൾക്കുമ്പോൾ എനിക്ക് പൊട്ടിച്ചിരി വരുമായിരുന്നു. ഇതാണ് പുച്ഛാണ്. അതെ, അവർ ബ്രിട്ടീഷ് ആക്സെൻറ്റിൽ പറഞ്ഞാൽ ശരിക്കും ഇംഗ്ലീഷ് പറഞ്ഞു എന്നല്ലേ നമുക്ക് മനസ്സിലാവും. അതെ, ഇവർക്ക് പക്ഷെ പുച്ഛാണ്. ഈ പള്ളിക്കൂടം എന്ന് പറഞ്ഞ സ്കൂള് വളർന്നു കഴിഞ്ഞപ്പോൾ നല്ല ഫീസല്ലേ, ചുറ്റും ഉള്ള സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി. ഒരു വിശ്വകർമ്മജൻ സ്വർണ്ണപ്പണിക്കാരൻ അയാളുടെ സ്ഥലം കൊടുക്കാനായിട്ട് വിസമ്മതിച്ചു. തൊട്ട് അപ്പുറത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി സ്കൂളിൽ വലിയ ബഹളല്ലേ പിള്ളേരുടെയൊക്കെ. അപ്പോൾ ഈ ഭയങ്കര ബഹളം കൂടുമ്പോൾ പുള്ളി ആകാശത്തേക്ക് വെടിവെക്കൊക്കെ ചെയ്യുമായിരുന്നു ഈ വിശ്വകർമ്മജൻ, ഈ ദേഷ്യം വന്നിട്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അതിർത്തി ഉണ്ടല്ലോ, ഈ സ്വർണ്ണപ്പണിക്കാരൻ്റെയും പള്ളിക്കൂടത്തിൻ്റെ അതിർത്തിയിൽ ഇവരൊരു തൊഴുത്ത് പണിതു. അവിടെ പന്നിയെ വളർത്താൻ തുടങ്ങി, കന്നുകാലികളെയും വളർത്താൻ തുടങ്ങി. ചാണകത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഭയങ്കര നാറ്റമാണല്ലോ. ഈ നാറ്റം സഹിക്കവയ്യാതെ അയാൾ സ്ഥലമൊക്കെ ഒഴിവാക്കി പോയി ഇന്ന് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ മേരി റോയിയൊക്കെ മറ്റുള്ളവരുടെ ഈ സ്ഥലം, വലിയ കമ്പനികൾ, കോർപ്പറേറ്റുകളൊക്കെ പലരുടെയും ഭൂമി എടുത്ത് കളയുന്നു. ആദിവാസികളുടെ ഭൂമി എടുത്ത് കളയുന്നു. നർമ്മദയിൽ പദ്ധതി വരുമ്പോൾ പലർക്കും ഭൂമി നഷ്ടമാകുന്നു എന്നൊക്കെ വലിയ വായിൽ നിലവിളിക്കുന്ന ആളുകളല്ലേ. അതെ. തൊട്ടപ്പുറത്തെ ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹിക്കാൻ പറ്റില്ല. അയാൾക്ക് സ്ഥലവും ഉണ്ടാകാൻ പാടില്ല അവിടെ. ആ സ്ഥലം ഈ ജയലളിതയൊക്കെ ചില സ്ഥലങ്ങളൊക്കെ പോയിട്ടേ ഏജന്റിനെ വിടില്ലേ, ഇങ്ങ് തന്നേക്കണം എന്ന് പറഞ്ഞിട്ട് എന്നുള്ളൊരു മട്ട സംഭവം. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ പ്രദീപിൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ, ഈ പങ്കാളിയുടെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ വലിയ സ്വത്ത് പ്രദീപ് കിഷന് കിട്ടി. അപ്പോൾ പ്രദീപ് കിഷന് മാത്രമായിട്ട് സ്വത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പ്രദീപിൻ്റെ സഹോദരിമാർ അതിൻ്റെ അകത്ത് കുറച്ച് ശുഭിതരായി. സ്വത്ത് മുഴുവൻ മുക്കാൽ പങ്കും പ്രദീപ് കൃഷ്ണനാണ് കിട്ടുന്നത്. അവർക്ക് അർഹതപ്പെട്ടത് കിട്ടുന്നില്ല. പക്ഷെ മേരി റോയ് ഐമന അരുന്ധതി അത് മൈൻഡ് ചെയ്തില്ല. ആ സഹോദരിമാർക്കും സ്വത്തിന് അവകാശമുണ്ടെന്നുള്ള കാര്യം പ്രദീപ് കൃഷ്ണന് കിട്ടുന്നതെന്നാൽ കുറച്ച് അങ്ങ് കൊടുത്തേക്ക് എന്നൊന്നും പറഞ്ഞില്ല. വലിയ വീടൊക്കെ ആയിരുന്നു അതും പ്രദീപ് കൃഷ്ണന് കിട്ടുകയാണ്, ഈ തറവാട്ട് സ്വത്ത്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ അവർക്ക് ബുക്കർ പ്രൈസ് കിട്ടിയതിൻ്റെ പിന്നാലെയാണ് ആ സഹോദരിമാരെ സഹായിക്കാതിരിക്കുന്നതൊക്കെ. അപ്പോൾ ബുക്കർ പ്രൈസ് കിട്ടിയപ്പോൾ കുറേയും കൂടി ധനികയായല്ലോ. പിന്നെ ഇവര് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വീട്ടിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ പ്രദീപ് കിഷൻ വലിയ വീട്ടിൽ താമസിക്കുകയാണല്ലോ കുട്ടികളുമായിട്ടൊക്കെ. അങ്ങോട്ടുള്ള ചെലവ് അതൊക്കെ വഹിക്കുന്നത് ഐമനം അരുന്ധതിയാണ്. അത് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവരെ നിലനിർത്തുന്നതും ഞാനാണ് എന്നുള്ള മട്ടിൽ അത് പറഞ്ഞിട്ടുണ്ട്, ആ ചെലവുമൊക്കെ. അപ്പോൾ ഈ ഐമന അരുന്ധതി ബേസിക്കലി മേരി റോയുടെ DNA ആണല്ലോ. സത്യത്തിൽ ഈ മേരി റോയ് സഹോദരൻ ഐസക്ക് എക്സ്പോർട്ടറാണ്. ശരിക്കും കോട്ടയത്തെ ആളുകൾക്കൊക്കെ കുലീനനായിട്ട് അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെതിരെയാണല്ലോ കേസ് കൊടുക്കുന്നത്. സത്യത്തിൽ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ സ്വത്ത് എന്ന് പറയുന്നത്, കാരണം കല്യാണം കഴിച്ചയക്കുമ്പോൾ വലിയ സ്ത്രീധനം കൊടുക്കുന്നവരാണ് സുറിയാനി കത്തോലിക്കര്. അതുകൊണ്ട് പിന്നീട് സ്വത്ത് കൊടുക്കുന്നില്ല. അങ്ങനെയാണ് അത് ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ അങ്ങനെയായിരുന്നു. പിന്നെ ഐസക്ക് സ്വത്ത് തരില്ല എന്ന് പറഞ്ഞാൽ ഐസക്കിനെതിരെ കേസ് കൊടുക്കുകയാണ്. ഐസക്ക് ആ കാലത്തെ റോഡ്സ് സ്കോളറാണ്, വലിയ സ്കോളർഷിപ്പൊക്കെ കിട്ടി പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഇതാണ് ആ കുടുംബത്തിലൊരു മാന്യനുണ്ടായിരുന്നെങ്കിൽ സത്യത്തിൽ അത് ഐസക്കാ. കോട്ടയത്ത് ജീവിച്ചിട്ടുള്ള നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഇന്ത്യ വിരുദ്ധമായ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ മോദി സർക്കാർ നേരത്തെ തന്നെ നടപടി എടുക്കാത്തതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇവർ ഈ
ഇവർക്കെതിരെ ഇപ്പോൾ ഒരു UAPA കേസ് ഉണ്ടല്ലോ. അപ്പോൾ അത് കശ്മീർ സെമിനാറിൽ കശ്മീർ തീവ്രവാദത്തിന് അനുകൂലമായിട്ട് പ്രസംഗിച്ചതിൻ്റെ പേരിലാണ്. വൈകി, വളരെ 10 കൊല്ലം വൈകിട്ടോ മറ്റോ ആണ് കേസ് എടുക്കുന്നത്. അയ്മൻ അരുന്ധതി പറഞ്ഞത് എന്താ? ഇന്ത്യ ഹാസ് നോ ഇൻഹറൻറ്റ് റൈറ്റ് ടു കശ്മീർ എന്നാണ്. ഇന്ത്യക്ക് കശ്മീരിൻ്റെ മുകളിൽ ഒരു അവകാശവും ഇല്ല എന്നാണ് പറഞ്ഞത്. ഇത് സാധാരണഗതിയിൽ പറയുന്നത് ജോർജ് സോറോസും ഡീപ് സ്റ്റേറ്റും അല്ലേ? അതെ, ഡീപ് സ്റ്റേറ്റിലൊരു അംഗം അല്ലേ ഈ അയ്മൻ അരുന്ധതി? അതെ, പരമപുച്ഛല്ലേ അവർക്ക് ഇന്ത്യയോട്, അതെ, ദേശീയതയോടും. അപ്പോൾ ആ വർത്തമാനമാണ് കശ്മീർ തീവ്രവാദികളുടെ കൈ പിടിച്ച് നടക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ അവര്? അതിന്റെ പേരിൽ പിന്നീട് അവർക്ക് കേസൊക്കെ വന്നില്ലേ കശ്മീർ? അതെ, ഇപ്പോഴത്തെ കേസാണ് ഞാൻ പറയുന്നത്. 2010 സ്പീച്ചിന്റെ പേരിലാണ് ഇപ്പൊ കേസ്. അതിലാണ് പറഞ്ഞത് ഇന്ത്യ ഹാസ് നോ ഇൻഹറൻറ്റ് റൈറ്റ് ടു കശ്മീർ എന്ന് പറഞ്ഞത്. സ്വയം നിർണയാവകാശത്തിന് കശ്മീർ ജനതയ്ക്ക് അവകാശമുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കശ്മീർ വാലിയിൽ മുസ്ലിം ഭൂരിപക്ഷമല്ലേ? അതെ, അവർ മുഴുവൻ ഇതിൻ്റെ കൂടെയല്ലേ നിൽക്കുള്ളൂ. വേറെ രാജ്യമോ പാകിസ്ഥാൻ്റെ കൂടെ പൊക്കോട്ടെ എന്നാണല്ലോ ഈ അരുന്ധതി പറയുന്നത്. ഇന്ത്യ കോളനി ശക്തി പോലെയാണ് കശ്മീരികളോട് സംസാരിക്കുന്നത്. ആസാദി എന്നിട്ടാണ് ഇവർ പറയുന്നത്, ഈ ആസാദി എന്ന് പറയുന്നത്. എന്നിട്ടാണ് ഇവർ സംസാരിച്ചു കഴിഞ്ഞാൽ ലോകത്തെ എല്ലാ ഫാഷിസ്റ്റ് ഭരണകൂടങ്ങളും വിറയ്ക്കുന്നൊക്കെ പറഞ്ഞ് ആരും മൈൻഡ് ചെയ്യുന്നു. ചുരുക്കം പറഞ്ഞാൽ അരുന്ധതി റോയ് സ്വന്തം അമ്മയെ ചീത്ത വിളിച്ചുകൊണ്ടാണ് ഈ ആത്മഹത്യ എഴുതിയേക്കുന്നതെന്ന് പറയാം അല്ലേ? ആണല്ലോ. അവരെ ലോകത്തിൻ്റെ മുമ്പിൽ എക്സ്പോസ് ചെയ്തിരിക്കുന്നു. വിപ്ലവകാരിയാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ത്രീയെ എക്സ്പോസ് ചെയ്തിരിക്കുന്നു. ക്രൂരയായിരുന്നു, പെരുമാറ്റത്തിൽ വളരെ മോശമായിരുന്നു, ജാതിവാദിയായിരുന്നു. അത് എഴുത്തിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ വായിക്കുമ്പോൾ അയ്മൻ അരുന്ധതി സ്വയം പറയാണ്, ഞാനും അങ്ങനെയാണ്, നിങ്ങളോടൊക്കെ എനിക്ക് പരപുച്ഛമാണ് കേട്ടോ. സാംസ്കാരികപരമായിട്ട് നിലവാരം താഴ്ന്ന 2 പേര് അല്ലേ? അങ്ങനെ പറയാം. അതാണ് സംഭവം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.